ആ മുത്തൂണി എവിടെയായിരുന്നു? നീ എന്താ പുതിയ പി ആർ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്താ ഒരു ഐഡിയ ഉണ്ട്. കുറച്ച് കനാണ് ചേട്ടന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിക്കണം, എന്നിട്ട് എയറിൽ ഇങ്ങനെ കുത്തണം. അപ്പൊ ബിൽഡിങ്ങുകൾ ഇങ്ങനെ മുളച്ചു വരും. എന്നിട്ട് ബിൽഡിങ്ങുകൾ ഇങ്ങനെ മുളച്ചു വരും. അത് നമ്മളെ ഏലയുടെയും വടക്കാഞ്ചേരി ഡെവലപ്മെന്റ്സ് 2 ദിവസം കൂടി ഇരുന്നിട്ട് കണ്ടെത്തിയത് എല്ലാരും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥാനാർത്ഥികളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ചെയ്യാം. ആ മുത്തൂണിയെ ഞാൻ പറഞ്ഞ കേക്ക്. ഓയ് നീ എന്താ പറയണേ? ഞാൻ ഇങ്ങനെ കമ്മി നടക്കണം, ഇങ്ങനെ എയറിൽ ഇങ്ങനെ കുത്തണം. അപ്പൊ എയിൽ ഇങ്ങനെ വടക്കാഞ്ചേരിയുടെ വികസനം ഇങ്ങനെ പൊന്തി. അപ്പൊ ജനങ്ങൾ മുഴുവൻ കാണുന്ന സമയത്ത് ഓ ഉല്ലാസപ്പാരം വിചാരിക്കണം. ഇതല്ല നിന്റെ ഉദ്ദേശം? ഒന്ന് പോടാ അവിടെ നിന്ന്. ആളുകൾ പൊട്ടന്മാരാണല്ലോ ഈ നീ കാണിക്കുന്ന ഈ അഭ്യാസം മുഴുവൻ മനസ്സിലാക്കാനായിട്ട്. ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. പാലം വൃത്തിമെടുപ്പാക്കണം, ഈ ബ്ലോക്ക് തീർക്കാൻ റോഡ് ബൈപ്പാസ് ചെയ്യണം, ഇവിടെ വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ആ കാര്യങ്ങൾ കൃത്യമാക്കി ചെയ്യണം. ഈ കാര്യങ്ങൾ പറഞ്ഞ പോലെ ഈ എയിൽ ഇത് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അതേപോലെ ഇവർ നടപ്പിലാക്കാനും ഉത്തരവാദിത്വം ഉണ്ടാവണം. എന്താ ഇവർ ചെയ്യാത്ത? ഈ എയിൽ എന്ന് പറഞ്ഞ് നീ കൊണ്ടുവന്നത് നീ ആരുടെ കണ്ടിട്ടാ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. 5 കൊല്ലം മുൻപ് ഒരാളുണ്ടായിരുന്നു ഇവിടെ, ഒരു എയുടെ കൂണും മുളച്ചത് നീ കണ്ടിണ്ടാ? എവിടെയെങ്കിലും ഒരു ബിൽഡിംഗ് മുന്തിയത് കണ്ടിണ്ടാ? ഇല്ലല്ലോ. എന്താ ചെയ്യാൻ? ഒരു ഓഫർ കൊടുക്കാൻ എടുക്കരാ. രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മത്സരാർത്ഥികളും സ്ഥാനാർത്ഥികളൊന്നും കുറെ ഓഫറുകൾ ഇങ്ങനെ വാരി വിതറിയിട്ടൊരു കാര്യമില്ല. ജനങ്ങളെ പറ്റിക്കാനായിട്ട്, ജനങ്ങളെ വഞ്ചിക്കാനായിട്ട് ഇങ്ങനെ ബുദ്ധിജീവി ചമഞ്ഞ് ഞാനിതിപ്പോ മണിമാളിക ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഇവരുടെ പാർട്ടി അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇവരുടെ പാർട്ടിയുടെ MLA ഉണ്ടായിരുന്നു, ഇവരുടെ പാർട്ടിയുടെ MP ഉണ്ടായിരുന്നു. ഒരു മണിമാളികയും വടക്കാഞ്ചേരി പൊന്തിയില്ല.